അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ആണല്ലോ, നമുക്കൊരു ചൂട് പായസം കുടിച്ചാലോ? വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ പരിപ്പ് പായസവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിന്ന് കുക്കറിലാണ് ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 4 വിസിലൊക്കെ കേൾക്കുമ്പോൾ ഇത് റെഡിയായി വരും. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ. ഇത് നല്ലതുപോലെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. സ്പൂൺ വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടിന് ചേർക്കാനുള്ളത് ശർക്കര ഉരുക്കിയതാണ്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലായിടത്തുമൊക്കെ ഇതൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ആ ശർക്കര ഉരുക്കിയതും പരിപ്പും കൂടെ നല്ലതുപോലെ മിക്സായി വരണം. ഇപ്പോൾ ഒരുവിധം അതിവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അരമുറി തേങ്ങയുടെ 2ാം പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. നല്ലതുപോലെ ഇത് കൈവച്ച് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിവിടെ ഒരുവിധമൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1ാം പാലാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴത്തന്നെ നമ്മുടെ പായസം റെഡിയാകും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കും ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസും കൂടെ ചൂടാക്കി ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് നമ്മളിതിൽ വേറെ ആഡ് ചെയ്യുന്നില്ല. ആകെ ഈ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.